നമ്മുടെ ഷാജി പാപ്പനെ പിള്ളേരെയും തിയേറ്ററിൽ പോയി കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഓളമുള്ള പരിപാടിയാണ്. ഭയങ്കര വൈബാണ്. ആട് 1 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ആട് 2 ആ ഒരു വൈബിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഇപ്പോൾ ആട് 3 ആ വൈബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലോജിക്ക് ഒന്നും നോക്കരുത്, തലച്ചോറൊക്കെ എടുത്ത് മാറ്റിയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. ഈ ആട് 3 ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ്, പ്രത്യേകിച്ച് ലാസ്റ്റത്തൊരു അരമണിക്കൂർ, ഈ മമ്മൂക്കയുടെ ബസുക്കിലൊക്കെ പറയുന്ന പോലത്തെ അരമണിക്കൂറല്ല, ഇത് ഒറിജിനലായിട്ടുള്ള അവസാനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഈ പാർട്ട് 1 ആട് 3യുടെ പാർട്ട് 1 കൊണ്ട് നിർത്തിയിരിക്കുന്നൊരു പരിപാടി, അതൊരു ഒരു രക്ഷയില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓവറോൾ പടം 3 മണിക്കൂറുണ്ട്. ഈ 3 മണിക്കൂറിൽ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ മിസ്സിങ് ആണല്ലോ നമ്മുടെ പഴയ ഷാജി പപ്പനെയും പിള്ളേരെയും. അതിനകത്തൊരു ഒരു 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 വൈബ് അങ്ങോട്ട് കിട്ടാത്ത പോലെ ഒരു ഫീല് ഇടക്കിടക്ക് തോന്നും. അതായത് പടം ഇങ്ങനെ ഓരോ ഗ്യാങ്ങിനെ കാണിക്കുമല്ലോ. ഷാജി പാപ്പൻ്റെ ഗ്യാങ് വരും, നമ്മുടെ സാത്താൻ സേവറിൻ്റെ ഗ്യാങ് വരും, ഡ്യൂഡിൻ്റെ ഗ്യാങ് വരും. പക്ഷെ ഇവിടെ ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ മണിയാശം വരും. അപ്പോൾ ഈ ജോണർ ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴത്തേക്കും പഴയ കാലഘട്ടം, ഓൾറെഡി ട്രെയിലർ നിങ്ങൾ കണ്ടാണല്ലോ, ഈ പഴയ കാലഘട്ടം ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഇതിപ്പോൾ നമ്മുടെ ഷാജി പാപ്പൻ്റെയും പിള്ളേരുടെ ആ പരിപാടി ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിക്കും. ഫസ്റ്റ് ഹാഫ് തീരാനായിട്ട് ഒരു 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 ലാഗ് ഒക്കെ എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്തു. എന്നാലും കുറച്ച് ഹൈ മൊമെന്റ്സ് ഉണ്ട്, കോമഡീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആട് 1ഉം 2ഉം പോലെ ആവുമോ എന്നൊരു ഡൗട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണേ. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് എല്ലാവരും അങ്ങ് കളം പിടിച്ച് എല്ലാവരും ആ മൂഡിലേക്ക് എത്തി. ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ക്ലൈമാക്സും കൂടെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊരു നൈസ് സാധനമായിരുന്നു. പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ പഴയ നമ്മുടെ ഷാജി പാപ്പനെയും പിള്ളേരെയും കണ്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൂഡിലേക്ക് നമ്മൾ വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് കട്ട വെയിറ്റിങ്. കാരണം നമ്മുടെ മലയാളത്തിൽ ഇങ്ങനൊരു ജോണർ, അതായത് ജോണർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടൈം ട്രാവൽ എന്നോ അല്ലെങ്കിൽ നമുക്ക് ടൈം ട്രാവൽ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു സാധനം നമുക്ക് മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അതൊരു എൻ്റർടൈൻമെൻറ്റ് പടത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമാണ്. നിങ്ങൾ തമിഴിൽ ഈ മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൈം ട്രാവലിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പീക്കാണ് പടം. അപ്പോൾ ഈ ആട് 3 ഈ മണ്ടന്മാരായിട്ടുള്ള ഇത്ര ആൾക്കാർക്കിടയിൽ ഈ ഒരു കോൺസെപ്റ്റ് വർക്കാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കിഡിൽ നൈറ്റും ആയിരിക്കും. അതുകൊണ്ട് ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. എസ്പെഷ്യലി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം എനിക്ക് ക്ലൈമാക്സ് കിട്ടിയ ഒരു രസം ഉണ്ടായിരുന്നു. അതായത് പടം കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ചു വരാം. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. സാത്താൻ സേവറിൻ്റെ എൻട്രി എനിക്ക് തോന്നുന്നു ഷാജി പാപ്പന് ഈ പടത്തിൽ കിട്ടുന്നതിനേക്കാൾ കിടു എൻട്രി പുള്ളി കൊടുത്തിട്ടുണ്ട്. സാത്താൻ സേവറിൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ കുലുങ്ങി. ഡ്യൂഡിന് പോലും അമ്മാതിരി. ഡ്യൂഡിന് വേണ്ടി സെക്കൻഡ് എൻട്രി ഉണ്ട്. ഈ പടത്തിൽ കുറേ പേർക്ക് പല എൻട്രിയാണ്. അതായത് ഇപ്പോൾ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്കും അവരുടെ വേറെ പരിപാടി ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ എൻട്രീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ സാത്താൻ സേവിയറിൻ്റെ ഒരു എൻട്രി ഉണ്ട്, ഒരു രക്ഷയില്ല, കിടു പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഡ്യൂഡായിട്ട് വരുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു അപാര പരിപാടിയായിപ്പോയി. കാരണം നമ്മൾ ഒരു വേറൊരു സാധനം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മൂഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഷാജി പാപ്പൻ്റെ ഗ്യാങ്ങിലേക്ക് വരാം. മൂങ്ങ മിസ്സിങ് കേട്ടോ. നമുക്ക് ഓൾറെഡി നിങ്ങൾ ട്രെയിലറിനകത്ത് കണ്ടായിരുന്നു. മൂങ്ങ ഇല്ല. മൂങ്ങക്ക് പകരം ഫുക്രോട് വന്നിരിക്കുന്നത്. ഫുക്രു വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ധർമ്മജൻ, ഈ നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസിന് എന്തോ ഒരു പഴയ ഒരു വട്ട് അല്ലെങ്കിൽ ഒരു ഭ്രാന്തുണ്ടല്ലോ. ക്ലീറ്റസിൻ്റെതായിട്ടുള്ള ക്യാപ്റ്റൻ ക്ലീറ്റസിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നല്ലോ. അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ആ സാധനം, ആ മൂടങ്ങ് നഷ്ടപ്പെട്ട പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എനിക്ക് തോന്നിയ കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കി എല്ലാവരും, പ്രത്യേകിച്ച് അറക്കൽ അബുവൊക്കെ ഇങ്ങനെ, അറക്കൽ അബുവിൻ്റെ ചില പരിപാടീസ് ഉണ്ട്. അതായത് അറക്കൽ അബുവായിട്ടുള്ള ചിരി ഉണ്ടല്ലോ. സൈജു കുറുപ്പല്ല, അറക്കൽ അബുവിൻ്റെ എന്നൊക്കെ ചില സാധനങ്ങളൊക്കെ ഇടും. പുള്ളിയുടെ കുറച്ച് പരിപാടീസ് അവിടെ ഇവിടെയും വന്ന് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അറക്കൽ അബു ഈ ഗ്യാങ്ങിൽ എനിക്ക് തോന്നുന്നു സാധാരണ ക്യാപ്റ്റൻ ക്ലീറ്റസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഒക്കെ ഇടുന്നത്. അറക്കൽ അബു ഉണ്ടെങ്കിൽ തന്നെയും പക്ഷേ ഇത്തവണ അറക്കൽ അബുവിൻ്റെ സ്കോറിംഗ് ആണ് സെറ്റ് സാധനം. അതിൻ്റെ അപ്പുറത്തേക്ക് ബാക്കി എല്ലാവരും ഉള്ളൂ. ഇൻ കേസ് ഷാജി പാപ്പന് പോലും അറക്കൽ അബുവിൻ്റെ അത്രയും ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഗ്യാങ്ങിൽ അറക്കൽ അബു ആണ് കിടുവായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. സാത്താൻ സേവറിൻ്റെ ഗ്യാങ്ങിലാണെങ്കിൽ തന്നെയും അമ്മ രണ്ടുപേരുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബിജുക്കുട്ടൻ്റെ പരിപാടിയുണ്ട്, പിന്നെ നമ്മുടെ സോമൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ ഇവരുടെ പരിപാടിയാണെങ്കിലും ഭയങ്കര രസമാണ് കാണാനായിട്ട്. സാത്താൻ സേവറിൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഈ ഗ്യാങ്ങിൽ
ഫുൾ വർക്കായ കോമഡീസ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാത്താൻ സേവറിൻ്റെ ഗ്യാങ്ങിലെ കോമഡീസ് ആണ് മൊത്തം വർക്കായത്. ഇപ്പോൾ ഡ്യൂഡിൻ്റെ ഗ്യാങ്ങിൻ്റെ കോമഡി അത്ര അങ്ങട് നമുക്ക് സെറ്റാകാത്തോ എനിക്ക് തോന്നുന്നു. പക്ഷേ ഡ്യൂഡ് ഒരു സ്ഥലത്തുനിന്ന് പൊളിക്കും, ഡ്യൂഡിൻ്റെ പരിപാടി പൊളിച്ചെടുക്കും. പക്ഷേ ഡ്യൂഡിൻ്റെ ഗ്യാങ് അങ്ങോട്ട് ഇത്തവണ അങ്ങോട്ട് സെറ്റ് ഗ്യാങ്ങായിട്ട് വരാത്ത പോലെ എനിക്കൊരു ഫീൽ അടിച്ച്. ബട്ട് ഇതൊന്നും നമ്മുടെ ആസ്വാദനത്തൊന്നും ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്കുണ്ടാവുന്ന കുറച്ച് മിസ്സായ കുറച്ച് എലമെൻറ്റ്സ്. കാരണം ആടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ആ വൈബ് ഇടയ്ക്ക് മിസ്സാകുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമാണ്, അയ്യോ ഈ സാധനം അങ്ങ് മിസ്സായി പോകാൻ പാടില്ല എന്നൊരു തോട്ട് നമുക്ക് വരും. അതുകൊണ്ട് ഇത് സൂചിപ്പിച്ചെന്ന് മാത്രം. സെക്കൻഡ് പാർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ സാധനം അങ്ങ് തിരുത്തിയെടുത്താൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഷാജി പാപ്പൻ്റെ എൻട്രി തൊട്ട് പറയാം. ഷാജി പാപ്പൻ്റെ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഷാജി പാപ്പൻ്റെ ഏറ്റവും ബെസ്റ്റ് എൻട്രി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് പാർട്ടിലെ എൻട്രിയാണ്. അതായത് അതൊരു ഫ്രഷ് ഫീൽ ആണല്ലോ, കാരണം ഷാജി പാപ്പൻ ഇങ്ങനെ മാസമായിട്ട് വരുന്നു, തേഞ്ഞൊട്ടി തിരിച്ചു പോകുന്നു, ഈ ഒരു സാധനം ഉണ്ട്. ഈ ഒരു എൻട്രി, ഇവിടുത്തെ എൻട്രിയും ഷാജി പാപ്പൻ്റെ എൻട്രിക്ക് കാരണം ഷാജി പാപ്പൻ അത്ര ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു പഞ്ചുണ്ട്, ഒരു കുലുക്കമുണ്ട്, നമുക്കൊരു കൈയടിക്കാൻ തോന്നും, വിസടിക്കാൻ തോന്നും, ഒരു ഗൂസ് ബംസ് ഒക്കെ അടിക്കും. ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ട ഒരു എൻട്രി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പോളിഷ് രൂപമായിട്ട് പേഴ്സണലി എനിക്കിത് ഫീൽ ചെയ്തു. അത് ഇത്തിരി കൂടെ ഒരു വേറൊരു മൂഡ് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസായനെ. കാരണം സാത്താൻ സേവിയറിൻ്റെ എൻട്രി അവിടെ കിടക്കുന്നു, സാത്താൻ സേവിയറിൻ്റെ എൻട്രി പീക്കിൽ നിൽക്കുന്നു, ഡ്യൂഡിൻ്റെ സെക്കൻഡ് എൻട്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും പീക്കിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഷാജി പാപ്പന് കുറച്ചുകൂടെ ബെസ്റ്റ് എൻട്രി കൊടുക്കാമായിരുന്നല്ലോ എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സംഭവം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിൻ്റെ ഇപ്പം ഞാനിങ്ങനെ ആദ്യം ആലോചിച്ച് ഇവർ ഈ പഴയ കാലഘട്ടം എന്തിനാണ് കാണിക്കണേ? കാരണം പഴയ കാലഘട്ടം ഇത്രയും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത് പടം 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്കും കുറച്ച് ലാഗ് അടിക്കുന്നില്ലേ എന്നൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പഴയ കാലഘട്ടം കുറച്ച് കുറക്കാറുന്നില്ല ഇവർക്ക്. ഇപ്പം നമ്മുടെ ഡ്യൂഡിൻ്റെ പഴയ കാലഘട്ടം വരുന്നുണ്ട്, ഷാജി പാപ്പൻ രാജാവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കാണാൻ കൊതിക്കുന്ന എന്താണ്? ഷാജി പാപ്പൻ്റെയും അല്ലെങ്കിൽ ഡ്യൂഡിൻ്റെയും ബാക്കിയുള്ള ടീംസിൻ്റെയൊക്കെ ഇപ്പോഴത്തെ പരിപാടിയാണ് നമ്മൾ കാണാൻ കൊതിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇതിങ്ങനെ ഈ ജോണർ ഇങ്ങനെ ഷിഫ്റ്റായി നിൽക്കും. അതായത് പഴയ കാലഘട്ടം വരും, പുതിയ കാലഘട്ടം പ്രസൻറ്റ് വരും, വേറൊരു സംഭവം വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ മിക്സാക്കി വന്നപ്പോഴത്തേക്കും ആദ്യത്തെ 1.5 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് പടത്തിൽ. കുറച്ച് കയറും, കുറച്ചിറങ്ങും, പിന്നെയും കയറും, പിന്നെയും ഇറങ്ങും. മണിയാശം വന്നിടക്കൊന്ന് പൊലിപ്പിക്കും. ഇതിനകത്ത് നമ്മുടെ ആശാൻ, മണിയാശാനല്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശശി. അപ്പോൾ ഈ ശശിയുടെ യഥാർത്ഥ മണിയാശാൻ്റെ ഊക്ക് ഡയലോഗുണ്ട്. അതായത് സർക്കാരിനെ ഊക്കിക്കൊണ്ടുള്ള ഒരു കിടിലൻ ഐറ്റം മണിയാശാൻ്റെ വകയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കിടിലൻ പ്ലേസ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഹൈദരലിയൊക്കെ വന്നിട്ടുള്ള ഡയലോഗുണ്ട്. ഹൈദരലി ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നൊരു ഉത്തരവുണ്ട്. അത് സത്യം പറഞ്ഞാൽ മണിയാശാനെ ഊക്കി പൊളിച്ച് അത് ആവശ്യമാണ് കേട്ടോ. കാരണം ആ ഒരു ഊക്കി പൊളിക്കൽ അത്യാവശ്യമാണ്. കാരണം അത് മണിയാശാൻ പറഞ്ഞൊരു കൂത്ര വർത്താനത്തെ പടത്തിൽ നന്നായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട്. സംഭവം അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി വർക്കായ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കണ്ടിങ്ങനെ പോവാം. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ മുതൽ ഒരു സാധനമുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറയാം. നമ്മുടെ നമ്മൾ ആടിൽ കണ്ട ഷാജി പാപ്പൻ്റെ ഭാര്യ, ഷാജി പാപ്പൻ്റെ ഭാര്യയുടെ അവിഹിതം, ഇതിനൊക്കെ വേറൊരു തലത്തിൽ ഇത്തവണ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് വർക്കായ ഒരു പരിപാടിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് ഞാൻ പടത്തിൻ്റെ കഥയല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കഥ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇവരിത് കഥ പറയല്ലേ. കഥയൊന്നുമല്ല ഇത്, നമുക്ക് ആ ഒരു മൂഡ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തിയേറ്ററിൽ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലും നിങ്ങൾക്ക് ആ ഒരു ആസ്വാദനത്തെ ഒരു രീതിയിലും ബാധിക്കാൻ വേണ്ടി പോവില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, കഥയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല, ക്യാരക്ടേഴ്സിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നതേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എല്ലാവരുമായി നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ് എല്ലാവരും ആയിട്ട് പിന്നെ എന്താണ് സംഭവം, ഇവരെന്തിനാണ് ഓടുന്നത്, ഇവരുടെ ആവശ്യം എന്താണെന്നുള്ള സാധനം സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് വരുന്നത്. അതും കംപ്ലീറ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പരിപാടി എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരണം. ഈ ആട് 3യുടെ സെക്കൻഡ് പാർട്ട് വന്നാലേ നമുക്ക് കംപ്ലീറ്റ് പ്രോസസ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഈ സാധനം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടെ ഒരു അത്രയും നേരം ഒരു സെക്കൻഡ് ഗിയറിൽ കിടന്ന പടം പിന്നെ ഒരു 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ നൈസായി, കുറച്ചുകൂടെ സ്പീഡായി, കുറച്ചുകൂടെ കോമഡി വർക്കൗട്ട് ആകാൻ വേണ്ടി തുടങ്ങി, കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ആയി, ഇവർക്കൊരു ഇഷ്യൂ ആയി, ഇവർക്കൊരു ആവശ്യമായി. അപ്പോൾ പടം കുറച്ചുകൂടെ നൈസായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരുടെയും മ്യൂസിക്കൊക്കെ വരുന്നു, മാറി മാറി മ്യൂസിക് വരുന്നുണ്ട്, പരിപാടീസ് വരുന്നുണ്ട്. ഈ ഓട്ടത്തിൻ്റെ പുറകെ എല്ലാവരും അങ്ങ് ആയി. അപ്പോൾ പിന്നെ നമ്മളും അങ്ങ് കംപ്ലീറ്റ്ലി ഇന്നായി. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് എവിടെയോ കിട്ടാണ്ട് പോയ ആ ഒരു കുറച്ച് മൊമെൻറ്റ്സും കുറച്ച് ഒരു വൈബും സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു കിട്ടി. ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും ഒരു പുതിയ ഐറ്റം കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടി. അതുകൂടെ ആയപ്പോഴത്തേക്കും ഓക്കെ ഫൈൻ, സംഭവം കൊള്ളാം. ഈ സാധനം, അതായത് നമ്മൾ ക്ലൈമാക്സിൽ കണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ, ആ പരിപാടിയാണ് വെയിറ്റ് ചെയ്യുന്നത്.
അതാണ് ഇനി നമുക്ക് കാണേണ്ട സാധനം അതാണ്. കാരണം നമ്മൾ ഷാജി പാപ്പൻ്റെയും ടീമിൻ്റെയും കുറേ മണ്ടത്തരങ്ങൾ കണ്ടു, പൊട്ടത്തരങ്ങൾ കണ്ടു, ഇതെല്ലാം. പിന്നെ ഒരു സീൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും വൈബ് കിട്ടുന്ന ഒരു മന്ത്രവാദിയുടെ സീനുണ്ട്. അത് നിങ്ങൾ ഓർത്തു വെച്ചോ. അത് പൊളി പരിപാടിയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായ കുറച്ച് മൊമെൻറ്റ്സ് ആണ് ആ സാധനം. അപ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു, ഐ മീൻ ക്ലൈമാക്സിലേക്ക് എത്തുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് ഇത്രയും ഈ പഴയ പഴയ കാലഘട്ടം കാണിക്കേണ്ട എന്തിനാണെന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ തോട്ടിൻ്റെ ആൻസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഈ രാജാക്കന്മാരുടെ കാലഘട്ടം എന്തുകൊണ്ട് കാണിച്ചു എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ആൻസർ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ മുതൽ ഒരു സാധനം, ഞാൻ പറഞ്ഞ പോലെ ഒരു സാധനം അങ്ങോട്ട് വരും. പിന്നെ ഈ പടത്തിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ച നല്ലൊരു വില്ലൻ, അതായത് നമ്മൾ സെക്കൻഡ് പാർട്ടി കണ്ട പോലത്തെ ഒരു മെയിൻ വില്ലൻ ഉണ്ടല്ലോ, ആ മെയിൻ വില്ലൻ പരിപാടി ഇതിനകത്ത് കുറവാണ്. ഇതിനകത്ത് ഒരു ഫോണർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ട്, ഒരു ലേഡി ഉണ്ട്, അവരാണ് ചെയ്തേക്കുന്നത്. അപ്പം ആ പരിപാടി കുറച്ചുകൂടെ, അതായത് നമുക്കൊരു സെക്കൻഡ് ഹാഫിൽ ഒരു കരുത്തനായിട്ടുള്ളൊരു വില്ലൻ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ഇതിനകത്ത് നമുക്ക് ഇല്ലായിരുന്നു. ഒരു ആക്ട്രസ് വരുന്നു, ഒരു ലേഡി വരുന്നു, ആ ലേഡിയുടെ കുറച്ച് പരിപാടി ഉണ്ട്, അവരുടെ കുറച്ച് ഇടിപ്പരിപാടിയൊക്കെ ഉണ്ട്, സംഭവം കൊള്ളാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഉള്ള ആ ഒരു പരിപാടി. ഇനി എന്ത് സംഭവിക്കും, ഇവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇവരെന്തിൻ്റെ പുറകെ കിടന്ന് ഓടുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇവർ ഓടട്ടെ, അത് കാണട്ടെ, ആസ്വദിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നിനൊന്ന്, നമ്മുടെ സർബത്ത് ഷമീറിൻ ടീമും നൈസായിട്ട് വന്നിട്ടുണ്ട്, സാത്താൻ സേവിയറിൻ ടീമും ഓക്കെ, അവർ നൈസായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പരിപാടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഡ്യൂഡിൻ്റെ ഗ്യാങ് ഒന്ന് ഡൗൺ ആയി, പക്ഷേ ഡ്യൂഡ്, ഷാജി പാപ്പനും ടീമും നൈസാണ്. എസ്പെഷ്യലി വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ അറക്കൽ അബു സ്കോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര സ്കോറിങ്. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ഇനി എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനൊന്ന് എല്ലാവരും സ്കോറിംഗ് ആണ്. നമ്മുടെ ഹക്കീം കൂടെ വേണ്ടതായിരുന്നു എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹക്കീമിൻ്റെ ഒരു സ്പേസ് നമുക്ക് മിസ്സിങ് ആണ്. ഷാജി പാപ്പൻ്റെ നമ്മൾ സെക്കൻഡ് പാർട്ടി മിസ്സായ ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഓവറോൾ പരിപാടിയെല്ലാം ഷാജി പാപ്പൻ്റെ തേപ്പും പ്രേമവും കാര്യങ്ങളെല്ലാം അതെല്ലാം നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ പരിപാടി വർക്കാണ്. തിയേറ്ററിൽ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു വൈബ് കിട്ടും. അതായത് ഷാജി പാപ്പനെയും പിള്ളേരെയും കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും തിയേറ്ററിൽ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, ആ വൈബ് എന്തായാലും കിട്ടും. അതിനകത്ത് നിങ്ങൾക്കൊരു മിസ്സിംഗ് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചിരുന്ന് എൻജോയ് ചെയ്ത് കാണാം. ഒരു ക്രൗഡഡ് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സംഭവം നൈസാണ്. കാണുക എന്നുള്ളത് മാത്രമേ പറയാനായിട്ടുള്ളൂ. എന്തായാലും വെയിറ്റിംഗ് ആണ് ആട് 3യുടെ പാർട്ട് 2 വേണ്ടിയിട്ട്.